CMRL കമ്പനിക്ക് കരിമണൽ ഖനന അനുമതി ഇല്ലെന്ന് മൈനിംഗ് വകുപ്പ്. അനുമതിയുള്ള 3 കമ്പനികളിൽ CMRL കമ്പനി ഇല്ല എന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ ജനം ടിവിക്ക്. കരിമണലിന് റോയൽറ്റി ഇല്ല എന്നും വെളിപ്പെടുത്തലുണ്ട്. അനധികൃത പാറമടകളെ പറ്റി അറിവില്ല എന്നും മൈനിംഗ് വകുപ്പ് വ്യക്തമാക്കുന്നു. ജനം ബിഗ് ബ്രേക്ക്. MK വിനോദാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. വിനോദ്, വലിയ വാർത്തയാണ്, എന്തായാലും വിശദാംശങ്ങൾ ആദ്യം. തീർച്ചയായും നമുക്കറിയാം CMRLുമായി ബന്ധപ്പെട്ട എത്രയോ വിവാദങ്ങളും അന്വേഷണങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. CMRL കമ്പനി കരിമണൽ ഖനനം നടത്തുമായി ബന്ധപ്പെട്ട് ആ കമ്പനി മാസപ്പടി നൽകിയതുമായി ഒക്കെ ബന്ധപ്പെട്ട് വലിയ വിവാദപരമായ വാർത്തകളും അന്വേഷണങ്ങളും ഒക്കെ നടക്കുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസി, പ്രത്യേകിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, SFI തുടങ്ങിയ അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷണം നടത്തുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരാവകാശ രേഖ പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് കരിമണൽ ഖനനത്തിന് അനുമതിയുള്ള കമ്പനികൾ ഏതെല്ലാം എന്നുള്ള വിവരാവകാശ രേഖയിൽ ചോദിക്കുമ്പോൾ ചിത്രഭാനു എന്നുള്ള തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരാവകാശ പ്രവർത്തകനാണ് ഇത് ആവശ്യപ്പെട്ടത്. കരിമണൽ ഖനനാനുമതിയുള്ള കമ്പനികൾ ഏതെല്ലാം എന്ന ചോദ്യത്തിന് 3 കമ്പനികളുടെ പേര് പറഞ്ഞിരിക്കുന്നു. അതിൽ CMRL ഇല്ല എന്നുള്ളതാണ് ഈ വളരെ വിചിത്രമായ കാര്യം. അനുമതിയുള്ള 3 കമ്പനികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, കേരള റെയർ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്നീ 3 കമ്പനികൾക്കാണ് ഖനന അനുമതി ഉള്ളത്. CMRL ഈ പട്ടികയിലേ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ധാതു ഖനനത്തിന് CMRL എങ്ങനെ ഖനനം നടത്തുന്നു? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ മറവിലാണോ ഈ കോടികളുടെ ഇടപാട് നടത്തുന്നത് എന്നുള്ള വലിയ സംശയം ഉയരുകയാണ്. അതുമാത്രമല്ല, ഈ കരിമണലിന് റോയൽറ്റി എത്ര രൂപയാണ് എന്നും ഈ വിവരാവകാശ പ്രവർത്തകൻ ചോദിച്ചിരുന്നു. അതിന് ലഭിച്ച മറുപടി ഈ കരിമണലിന് റോയൽറ്റി ഇല്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ ഏതിനാണ് റോയൽറ്റി? സർക്കാരിന് എങ്ങനെയാണ് വരുമാനം ലഭിക്കുക? സൗജന്യമായി കരിമണൽ വാരിക്കൊണ്ട് പോകുകയാണോ? റോയൽറ്റി നൽകേണ്ടതില്ലേ? തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഉയരുകയാണ്. അതുമാത്രമല്ല, സംസ്ഥാനത്ത് പാറമടകളുടെ എണ്ണം കൃത്യമായിട്ടുണ്ട്. പക്ഷേ ഓരോ ജില്ലയിലും അനധികൃതമായി പ്രവർത്തിക്കുന്ന പാറമടകൾ എത്ര എണ്ണമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതേപ്പറ്റി മൈനിങ് വകുപ്പിന് അറിവേ ഇല്ല, അതേപ്പറ്റി അറിവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അനധികൃതമായി പ്രവർത്തിക്കുന്ന പാറമടകൾ എത്രയെന്നോ അത് ഏതെല്ലാം ജില്ലയിൽ എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുവെന്നോ കൃത്യമായ ഒരു കണക്ക് പോലും മൈനിങ് വകുപ്പിൻ്റെ കയ്യിലില്ല. അത്തരത്തിലുള്ള വളരെ വ്യക്തമായ വിവരാവകാശ രേഖയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CMRL ഖനനാനുമതി നൽകിയിട്ടുള്ള കമ്പനികളുടെ പട്ടികയിൽ CMRL ഇല്ല എന്നുള്ള വളരെ വിചിത്രവും അത്ഭുതപ്പെടുത്തുന്നതുമായ മറുപടിയാണ് ഇപ്പോൾ വിവരാവകാശ രേഖയിലൂടെ പുറത്തു വരുന്നത്. അനു, വിനോദ്, ഈ CMRLന് മുൻപ് ലൈസൻസ് ഉണ്ടായിരുന്നാണ്. ഈ മാസപ്പടി വിവാദമായതിന് ശേഷമാണ് ഇത് അനുമതി റദ്ദാക്കിയത് എന്നുള്ളതാണ് നേരത്തെ നമ്മൾ പോലും ബ്രേക്ക് ചെയ്തിരുന്ന ഒരു വാർത്ത. അപ്പോൾ നിലവിൽ കമ്പനിക്ക് കരിമണൽ ഖനന അനുമതി ഇല്ല എന്നുള്ള ഔദ്യോഗിക രേഖ മൈനിംഗ് വകുപ്പ് പുറത്തുവിടുന്നു. ഇത് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീഴ്ത്തുന്നതാണ് സംശയം. ഇപ്പോൾ വിനോദ് പറഞ്ഞ പോലെ തന്നെ നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതാണ്, സംശയം ജനിപ്പിക്കുന്നതുമാണ്. തീർച്ചയായും ഇപ്പോൾ ഈ വിവരാവകാശ രേഖ ലഭിച്ച തീയതി നോക്കുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന തീയതി, അത് അവർ മറുപടി നൽകിയ തീയതി 30/3/2024 ആ തീയതിയിലാണ്. അതായത് ഈ മാർച്ച് മാസത്തെ മറുപടിയിലാണ് ഈ CMRL ഈ പട്ടികയിലില്ല എന്ന് പറയുന്നത്. അനു സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാദമായതിനു ശേഷം, അവരുടെ ഖനനാനുമതി റദ്ദാക്കിയ ശേഷം, അല്ലെ അവരെ ഒഴിവാക്കിയ ശേഷം പുറത്തുവിട്ട വിവരാവകാശ രേഖ ആയിരിക്കാം. അതുകൊണ്ടാണ് മാർച്ച് 30 നൽകിയ രേഖയിലാണ് CMRL ഈ സർക്കാരിൻ്റെ കരിമണൽ നടത്തുന്ന കമ്പനികളുടെ പട്ടികയിൽ CMRL ഇല്ലാതെ പോയത്. അങ്ങനെയാവാം. എന്തായാലും ഈ CMRL സർക്കാരിൻ്റെ ഈ കരിമണൽ ഖനനം നടത്തുന്ന കമ്പനികളുടെ പട്ടികയിലില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CMRLന് സർക്കാർ വഴിവിട്ട സഹായം നൽകിയതിൻ്റെ പ്രതിഫലമായാണ് വീണ വിജയൻ്റെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം മാസപ്പടി അല്ലെങ്കിൽ കമ്പനി ലക്ഷങ്ങൾ കൈമാറിയതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണം.